സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കസ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ഏറ്റവും ഡിസേർവിംഗ് ആയിട്ട് ഹോണസ്റ്റി ആയിട്ട് കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ജിൻഡോ. ആൻഡ് ജിൻഡോന്റെ ടീം നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ പുതിയ പവർ ടീമിലോട്ട് കയറാനുള്ള പുതിയ കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുന്ന ഒരു മത്സരമാണ്. മത്സരത്തിന്റെ പേര് കറക്കും പന്ത്. സിമ്പിൾ സമ്മാണ്. ഒരു റോബോട്ടിക് ആയിട്ടുള്ള ഒരു വ്യക്തി അവിടെ നിൽപ്പുണ്ടാവും. റോബോട്ട് തന്നെയാണ് റിയൽ ആയിട്ടുള്ള. അപ്പൊ ഇങ്ങനെ കുനിഞ്ഞിട്ട് ഇങ്ങനെ ക്രിക്കറ്റ് ബാറ്റ് വെച്ച് നിൽപ്പുണ്ടാവും. ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളിന്റെ മുകളിൽ കൂടെ ബാറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ റൊട്ടേറ്റ് അങ്ങോട്ട് അക്കരയ്ക്ക് തിരിയുമ്പോ തന്നെ നമ്മൾ ബോൾ ഉരുട്ടിയിടണം. ഇങ്ങോട്ടേക്ക് ആ റോബോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉരുട്ടി വിടുന്ന ആ ബോൾ അടിച്ചു തെറിപ്പിക്കും. ഇതാണ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തേക്കുന്നത്. അപ്പൊ മെല്ലെ കറക്റ്റ് ബുദ്ധി ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് ഉരുട്ടി ആ ബാസ്കറ്റ് അവിടെ ഒരു ബാസ്കറ്റ് വെച്ചിട്ട് അതിലോട്ട് ഉരുട്ടിയിടണം എന്നതാണ് ടാസ്ക്. നോറ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, ഒരുപാട് പേര് എൻകറേജ് നോറയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നോറയ്ക്ക് അങ്ങനെ ഇട്ട് ജയിപ്പിക്കാൻ പറ്റില്ല സ്വന്തം ടീമിനെ. പക്ഷെ ശ്രീതു നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ശ്രീതു കറക്റ്റ് ആയിട്ട് പന്ത് ഉരുട്ടിയിട്ടിട്ട് ജിൻഡോ ആൻഡ് ജിൻഡോ ടീം ജയിച്ചു എന്ന് തന്നെ പറയാട്ടോ. ജിൻഡോയുടെ ടീമിനാണ് ലാസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ജിൻഡോയ്ക്ക് തന്നെയാണ് ഇപ്രാവശ്യം പവർ ടീമിൽ കയറാനുള്ള അധികാരം കിട്ടിയിട്ടുള്ളത്. എന്തായാലും ജിൻഡോ കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൊളിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്താ വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഒരുപാട് പേര് കുറച്ച് മോശമായിട്ടൊക്കെ തന്നെയാണ് ജിൻഡോനോട് പെരുമാറിയത്. പിന്നെ ജിൻഡോ തന്നെയാണ് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾ. ഈ BBA ഹോട്ടൽ എന്ന് പറഞ്ഞ ടാസ്ക് അർജുൻ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ജിൻഡോ നല്ല മാന്യമായിട്ട് ആവശ്യമില്ല തല്ലും പിടിയും വഴക്കൊന്നും ഇല്ലാതെ എന്താണോ ജോലി കൊടുത്തിട്ടുള്ളത് അത് കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് ചെയ്തുള്ള വ്യക്തിയാണ് ജിൻഡോ. അപ്പൊ ജിൻഡോ തന്നെയാണ് ജിൻഡോയുടെ ടീമും ജിൻഡോ തന്നെയാണ് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ. നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അവർ തന്നെയാണ് കയറിയിട്ടുള്ളത് ഇപ്പൊ പവർ ടീമിലോട്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം, ജിൻഡോ ബിഗ് ബോസ് അല്ലെങ്കിൽ പവർ ടീമിലോട്ട് കയറിയത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യമാണോ, അല്ലെങ്കിൽ ജിൻഡോ കയറണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അതിന് കമന്റ് ചെയ്തങ്ങ് തള്ളുക കേട്ടോ. അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അത് മാത്രമല്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പൊ പുതിയ പവർ ടീം ജിൻഡോ ആൻഡ് ദെയർ പവർ ടീം.